നിർദ്ധാരണ പണികൾ പൂർത്തിയാക്കാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. ഈ അവസരത്തിൽ ഇതിൻ്റെ ഉദാശകർമ്മം നിർവഹിക്കുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അഭിവന്യ പാലാരൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലങ്ങാട്ട് പിതാവിനെ ഏറ്റവും സ്നേഹത്തോടെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇതിൽ പങ്കുചേരുവാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന അഭിവന്യ മാർ ജോസഫ് പള്ളിക്കാരൻ പിതാവും പാലാരൂപതയുടെ സഹായമെത്രാൻ അഭിവന്യ മാർ ജേക്കബ് മുരിക്കൻ പിതാവിനെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇതിൻ്റെ മുഖ്യ ആർച്ച് ഡീക്കനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന വികാരി ജനറൽ മോൺസിഞ്ഞോർ ഫിലിപ്പ് ഞലക്കാട്ടച്ചനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സഹകാർമ്മികരായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഇടവക്കാരായിട്ടുള്ള വൈദികര് ബഹുമാനപ്പെട്ട തോമസ് അരിക്കാട്ടച്ചൻ, മാത്യു പട്ടമർമലച്ചൻ, സിജോ കുറ്റിക്കാട്ടച്ചൻ, ദേവസ്യാച്ച മട്ടപ്പലം, ഇവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ മംഗളമുഹൂർത്തത്തിൽ നമ്മോടൊപ്പം ഈ സന്തോഷം പങ്കുവയ്ക്കുവാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന രൂപതയിലെ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസഫ് കുഴിഞ്ഞാലിലച്ചന്, രൂപത പ്രൊക്രേറ്റർ ജോസഫ് വള്ളമുരയുടെ അച്ഛന്, മറ്റ് മുൻ വികാരിമാർ ഇവിടെ ഉണ്ടായിരുന്ന മുൻ വികാരിമാർ, സമീപപ്രദേശത്തെ മറ്റുള്ള വൈദികര്, വിവിധ സ്ഥാപനങ്ങളിൽ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മറ്റ് ഈ ഇടവകയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ അഭിജയകാംക്ഷികളായിട്ടുള്ള ഈ ഇടവകയ്ക്ക് ഇത് പുറത്തുനിന്ന് വന്നിട്ടുള്ള എല്ലാ സഹോദരി സഹോദരന്മാരെയും എല്ലാവരെയും ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കേണ്ട ഏതാനും വ്യക്തികളുണ്ട്. ഇതിൻ്റെ പ്ലാനും പദ്ധതിയും പൂർത്തിയാക്കുവാനായിട്ട് പ്ലാൻ തയ്യാറാക്കുന്ന അവസരത്തിൽ ഇതിൻ്റെ രൂപകൽപ്പന നൽകുവാനായിട്ട് നമ്മുടെ ഇടവക്കാരനായ ശ്രീ സാജൻ സി മഠത്തിലാണ് ഇതിൻ്റെ ആർക്കിടെക്ട് ഇതിൻ്റെ പല രൂപകൽപ്പന ചെയ്തത്. അദ്ദേഹത്തെ നന്ദിയോടെ ഇവിടെ സ്മരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഇൻചാർജായിട്ട് ഇതിൻ്റെ പണികൾ ചുമതല നിർവഹിച്ച ശ്രീ സണ്ണി അഗസ്റ്റിൻ കലവനാൽ, അതോടൊപ്പം തന്നെ ഇതിൻ്റെ കൺസൾട്ടൻ്റായിട്ട് ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനൊക്കെ ചെയ്യുവാനും അതിൻ്റെ പ്ലാനും തയ്യാറാക്കിയ ശ്രീ ജോഷി പൊട്ടംപറമ്പിൽ, ഇവരെ അവരുടെ ആത്മാർത്ഥമായ ആ സഹകരണത്തെ നന്ദിയോടെ ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇടവകയിലെ കൈക്കാരന്മാർ 4 പേരും അവരുടെ കഠിനമായ അധ്വാനം, സഹകരണം, അത് എന്നെ എത്ര പറഞ്ഞാലും മതി വരികയില്ല. പ്രത്യേകിച്ച് ശ്രീ ജോസ് കുളത്തിനാൽ ഇതിൻ്റെ ആരംഭം മുതൽ ഊണും ഉറക്കവുമില്ലാതെ അക്ഷീണം പ്രയത്നിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. അതോടൊപ്പം അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച ശ്രീ റിജോ അരീക്കാട്ട്, ശ്രീ ജോസ് തെക്കേക്കരോട്ട്, ശ്രീ സതീഷ് അരീക്കാട്ട്, ഇവരെ എല്ലാവരെയും ഏറ്റവും നന്ദിയോടെ അവരുടെ കഠിനാധ്വാനത്തെയും വെറും നടത്തിപ്പുകാരായിട്ടല്ല, നോട്ടക്കാരായിട്ടല്ല, അവരും ആത്മാർത്ഥമായിട്ട് ഇവരെല്ലാവരും ഇതിന് കഠിനമായി പരിശ്രമിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രവർത്തനത്തിൽ ഇതിൻ്റെ വിജയത്തിന് ഏറ്റവും പിന്നിൽ പ്രവർത്തിച്ച ഇടവക്കാരായ ഓരോരുത്തരുടെയും കഠിനാധ്വാനവും ശ്രമകരമായിട്ടുള്ള പ്രവർത്തനങ്ങളുമാണ്. ഏതാണ്ട് 40,000 മണിക്കൂറോളം ശ്രമദാനം ഇവിടെ നടത്തുകയാണ്. ഏതാണ്ട് 32 ലക്ഷം രൂപയുടെ ശ്രമദാനം തന്നെ ഇവിടെ ഈ ഇടവകങ്ങൾ നടത്തുകയുണ്ടായി. അവരുടെ ആ കഠിനമായ സഹകരണവും കഠിനമായ പ്രവർത്തനങ്ങളുമാണ് ഇതിൻ്റെ ഈ പണികൾ ഇത്രയും പെട്ടെന്ന്, അതും ഏതാണ്ട് 2 വർഷം കൊണ്ട് പൂർത്തിയാക്കേണ്ട പണികൾ 222 ദിവസം കൊണ്ട് പൂർത്തിയാക്കുവാൻ നമുക്ക് സാധിച്ചത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഫണ്ട് സമാഹരണമാണേലും ഒരു പുതിയ ദേവാലയം പണിയണമെങ്കിൽ ഏകദേശം ഇത്രയും മാത്രം ഇത് മനോഹരമായ ദേവാലയം പണിയുമെങ്കിൽ ഏതാണ്ട് ഒരു 3 കോടി രൂപ വരേണ്ടടുത്ത് നമുക്ക് ഏതാണ്ട് 1 കോടി രൂപയ്ക്ക് അടുത്ത് ചിലവാക്കിക്കൊണ്ട് നമുക്ക് ഈ പണി പൂർത്തിയാക്കാൻ സാധിച്ചു. ഈ ഇടവക്കാരായ നല്ലവരായ ജനങ്ങളുടെ സഹകരണം, അവരെല്ലാവരും ഇതിനാവശ്യമായ തടികൾ തന്നു. ഈ അൾത്താര നിർമ്മാണത്തിന് ഈ ഇടവകയിലെ സഹോദരന്മാർ അവരുടെ സ്വർണ്ണാഭരണങ്ങൾ അവർ നൽകുകയുണ്ടായി. അവരുടെ ആ സ്വർണ്ണാഭരണങ്ങൾ കിട്ടിയ തുകയാണ് അൾത്താര നിർമ്മിക്കുവാനായിട്ട് ഇടയാക്കിയത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഈ ഇടവകയിലെ ആരംഭം മുതൽ, ഇതിൻ്റെ പണി ആരംഭിച്ചപ്പോൾ മുതൽ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് ഈ ദേവാലയത്തിന് ചുറ്റും ഈ ഇടവകയിൽ ഓരോ കൂട്ടായ്മ തലത്തിൽ സംഘടനകൾ, ഈ സിസ്റ്റേഴ്സ് ഉൾപ്പെടെ ഓരോ ദിവസവും ഇടം പറയാതെ ഇന്നലെ വരെ ആ ജപമാല പ്രാർത്ഥന, ജെറിക്കോ പ്രാർത്ഥനയായിട്ട് നടത്തിയത്, അതിൻ്റെ ആ വലിയ ശക്തി ഞങ്ങൾക്ക് വിസ്മരിക്കാനാവില്ല. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്ലാൻ തയ്യാറാക്കിയ നാൾ മുതൽ എല്ലാ വെള്ളിയാഴ്ചകളിലും കൂട്ടായ്മ തലത്തിൽ ആരാധന നടത്തി ഇതിനു വേണ്ടി നന്നായിട്ട് ആത്മീയമായി ഒരുങ്ങുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ആത്മീയമായി ഒരുക്കവും ഭൗതികമായിട്ടുള്ള സഹകരണവും
എല്ലാം വന്നപ്പോൾ ഇത് ഏറ്റവും മനോഹരമായി പൂർത്തിയാക്കുവാൻ നമുക്ക് സാധിച്ചു. അതോടൊപ്പം തന്നെ പ്രത്യേകമായിട്ട് അഭിനന്ദന അർഹമായ കാര്യം, വളരെ നിസ്വാർത്ഥമായിട്ട് ഈ ഇടവകക്കാർ ഒരേ കൂട്ടായ്മയായി ഒറ്റക്കെട്ടായി ഒരേ മനോസോടെ ഇതിൽ സഹകരിച്ചു എന്നതാണ്. അതിന് എല്ലാവരെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുകയും ഇതിന് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ആണെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ മറ്റൊരു സ്ഥലങ്ങളിൽ സംഭാവന കൂപ്പണങ്ങളുമായി കടന്നു ചെയ്യുന്ന ഏതാണ്ട് 3 ലക്ഷം രൂപയോളം അവർ സമാഹരിക്കുവാൻ അവരും നല്ല മനസ്സ് കാണിച്ചു. നമ്മുടെ ഇടവക്കാരായ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഓരോരുത്തരുടെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുകയും എല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഇന്ന് ഈശോയുടെ രാജ്യത്തെ തിരുനാൾ ദിവസം തന്നെ നമുക്കിത് ഉദാശ ചെയ്യുവാനായിട്ട് ദൈവം അവസരം നൽകി. അതിന് സർവശക്തനായ ദൈവത്തിന് ഒരിക്കൽ കൂടി ഞാൻ നന്ദി അർപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ അഭിനന്ദ പിതാക്കന്മാരെ നമ്മുടെ ഈ തിരുക്കർമ്മങ്ങൾക്ക് വേണ്ടി ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തുതി. ആമേൻ. ദൈവത്തിന് സ്തുതി. ആമേൻ. ദൈവത്തിന് സ്തുതി. ആമേൻ. മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ബലഹീനരായി ഞങ്ങളെ അങ്ങ് കാരുണ്യപൂർവ്വം ശക്തിപ്പെടുത്തുകയും ഞങ്ങളുടെ ആത്മാക്കളെ അങ്ങയുടെ ജ്ഞാനത്തിൻ്റെ പ്രഭയാൽ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സഭയെ വിശുദ്ധിയിൽ പൂർണ്ണമാക്കുന്നതിനും ഈ കൂദാശാകർമ്മം ഭക്തിയോടും ആദരവോടും കൂടെ നിർവഹിക്കുന്നതിനും ജീവിതകാലം മുഴുവൻ അങ്ങയുടെ പരിശുദ്ധ സഭയിൽ നൈർമല്യത്തോടെ ശുശ്രൂഷ ചെയ്യുന്നതിനും ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം എന്നേക്കും. കർത്താവേ,
ദൈവസുതനീശോ മിശിഹാതൻ തിരുരക്തത്താൽ രക്ഷിതമാം തിരുസഭയിൽ നിൻ ഭവനം സ്ഥാപിച്ചിടണമേ. മിശിഹാതൻ തിരുശോണിതമാ പാവനഗാത്രവുമർപ്പിക്കും ബലിപീഠത്തെ കനിവോടെ പാവനമാകണമേ നാഥാ. സൈന്യങ്ങൾ തൻ കർത്താവേ, എത്ര മനോജ്ഞം നിൻ ഭവനം, നിൻ തിരുമുറ്റം കാണാനൻ ആത്മാവാശിച്ചുഴലുന്നു. എന്നോടലും മമ ഹൃദയവും വാഴ്ത്തുന്നങ്ങേ ജീവേശ. ചങ്ങാരികളും കുരുവികളും പാർക്കാൻ കൂടുകൾ കണ്ടെത്തി. കർത്താവിൻ തിരുഭവനത്തിൽ സ്തുതിയവനെന്നും നൽകിടുവിൻ. മഹിമയെഴുന്ന വിഹായസിൽ തൻ തിരുകീർത്തനമുയരട്ടെ. അവനുടെ ധീരതയോരോന്നും പാടി സ്തുതികളുയർത്തിടുവിൻ. ഉന്നത മഹിമകളാർന്നവനെ മന്നിതിൽ വാഴ്ത്തി നമിച്ചിടുവിൻ. കർത്താവിൻ സ്തുതി പാടട്ടെ. ജനപദമഖിലം സാമോദം പാർത്തലവാസികളാ സകലം കർത്താവിൻ പുകൾ പാടട്ടെ. താതനുമതുപോലാത്മജനം റൂഹായ്ക്കും സ്തുതിയെന്നേക്കും. ആദിമുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസനായ മൂശ നിർമ്മിച്ച ആദ്യ കൂടാരത്തിൽ അങ്ങ് വസിച്ചതുപോലെ അങ്ങയുടെ സ്തുതിക്കായി ഞങ്ങൾ നിർമ്മിച്ച ആലയത്തിലും അങ്ങ് വസിക്കണമേ. സഖിയോനുട്ടിശാരിൽ സ്ത്രീയന്മാരുടെ മേൽ ആവസിച്ച് അങ്ങയുടെ ആത്മാവിൻ്റെ ഉറവയാൽ ഇതിനെയും നിറയ്ക്കണമേ. ഇവിടെ പരികർമ്മം ചെയ്യപ്പെടുന്ന അവിടുത്തെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങൾ വഴി അങ്ങയുടെ ദാസരുടെ പാപങ്ങൾ മോചിക്കപ്പെടട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും മനോഹരവുമാകുന്നു. മിശിഹാ സഭയ്ക്ക് നൽകിയ ശാന്തിയും സമാധാനവും എത്ര വിശിഷ്ടമാകുന്നു. അത് അഹ്റോന്റെ തൈലം പോലെയാകുന്നു. തലയിൽ നിന്ന് താടിയിലേക്കും വസ്ത്രത്തിൽ നിന്ന് വിളുമ്പുകളിലേക്കും ഒഴുകിയിറങ്ങുന്ന തൈലം പോലെ. മിശിഹാ സഭയ്ക്ക് നൽകിയ ശാന്തിയും സമാധാനവും എത്ര വിശിഷ്ടമാകുന്നു. സിയോൻ മലയിൽ പെയ്തു വീഴുന്ന ഹെർമോനിലെ മഞ്ഞുപോലെ അത് മനോഹരമായിരിക്കും. മിശിഹാ സഭയ്ക്ക് നൽകിയ ശാന്തിയും സമാധാനവും എത്ര വിശിഷ്ടമാകുന്നു. അവിടെ തന്റെ അനുഗ്രഹവും നിത്യജീവനും കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മിശിഹാ സഭയ്ക്ക് നൽകിയ ശാന്തിയും സമാധാനവും എത്ര വിശിഷ്ടമാകുന്നു. സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും മനോഹരവുമാകുന്നു. മിശിഹാ സഭയ്ക്ക് നൽകിയ ശാന്തിയും സമാധാനവും
എത്ര വിശിഷ്ടമാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുസഭയുടെ വധുവായ തിരുസഭയെ നിത്യവിശുദ്ധിയുടെ വസ്ത്രമണിയിക്കണമേ. സഭയിൽ സ്ഥാപിതമായിരിക്കുന്ന പീഠത്തിന്മേൽ അങ്ങയുടെ അരൂപിയെ നിവസിപ്പിക്കണമേ. അതിൽ നിന്ന് പുറപ്പെടുന്ന ജീവദായകമായ കൂദാശകൾ വഴി അങ്ങയുടെ വിശുദ്ധീകരണ ചിഹ്നത്താൽ മുദ്രിതമാക്കപ്പെടുന്ന വിശ്വാസികളുടെ മേൽ അനുഗ്രഹങ്ങൾ ചൊരിയണമേ. അങ്ങയുടെ സന്നാതനവും പരിപാവനവുമായ സ്വർഗീയ വസതിയെ പ്രകീർത്തിക്കുന്ന വിശുദ്ധർക്ക് ദിവ്യാനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഭൂമി മുഴുവനിലും അവിടുന്ന് അത്യുന്നതനാകുന്നു. ബലവാനാം നാഥാ, നിന്നോട് മധുബഹയേ ഉന്നതമാക്കി നീ ചൂടിച്ചു സഭയിൽ ശാന്തി വളർത്തണമേ. തവ ജനമാ സഭയെ കാക്കണം. ീടും ബലിവസ്തുവതായി തീർന്നല്ലോ. ഞങ്ങൾക്കായി സഹനം കൈക്കൊണ്ടു. അങ്ങയെ ഭയപ്പെടുന്നവർക്കങ്ങ് അടയാളം കൊടുത്തു. കനിവേറും നാഥാ, മനുജർക്കേകും നിൻ ദാനം വലുതല്ലോ. പോഷണമേകി ഞങ്ങൾക്കായി കഴുകി നിൻ തിരുരക്തത്താലേ. ലോകവും അതിലെ നിവാസികളും
സൃഷ്ടികളും ആരാധിക്കുന്നു. കർത്താവേ നിന്നെ പാപവിമോചനമരുളാനായി യാചിപ്പോരിൻ ദാസരിവർ ഒരു മനസ്സായി പാടാം സ്തുതിഗീതം. അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. അങ്ങേക്ക് നന്ദി പറയുന്നത് ഉത്തമമാകുന്നു. അത്യുന്നത അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നതും സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നിത്യമഹോന്നതമാ ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ അർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ.
ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രേരനായി വസിക്കുന്ന പരിശുദ്ധനും സുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ നിന്നുള്ള വായന. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. സോളമന് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. നീ എനിക്ക് ഭവനം പണിയുകയാണല്ലോ. എൻ്റെ ചട്ടങ്ങൾ ആചരിച്ചും എൻ്റെ അനുശാസനങ്ങൾ അനുസരിച്ചും എൻ്റെ കൽപ്പനകൾ പാലിച്ചും നടന്നാൽ ഞാൻ നിന്റെ പിതാവായ ദാവീദിനോട് ചെയ്ത വാഗ്ദാനം നിന്നിൽ നിറവേറ്റും. ഞാൻ ഇസ്രായേൽ മക്കളുടെ മധ്യേ വസിക്കും. എൻ്റെ ജനമായ ഇസ്രായേലിനെ ഞാൻ ഉപേക്ഷിക്കുകയില്ല. സോളമൻ ദേവാലയത്തിന്റെ പണി പൂർത്തിയാക്കി. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ. എസെക്കിയേലിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. കർത്താവിന്റെ മഹത്വം കിഴക്കേ പടിപ്പുരയിലൂടെ ദേവാലയത്തിൽ പ്രവേശിച്ചു. അപ്പോൾ ആത്മാവ് എന്നെ ഉയർത്തി ഉള്ളിലെ അങ്കണത്തിലേക്ക് കൊണ്ടുവന്നു. അതാ, ദൈവമഹത്വം ആലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ആ മനുഷ്യൻ അപ്പോഴും എൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ ദേവാലയത്തിനകത്തു നിന്ന് ആരോ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അത് ഇപ്രകാരമായിരുന്നു: മനുഷ്യപുത്ര, എൻ്റെ സിംഹാസനവും പാദപീഠവും ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഞാൻ നിത്യമായി വസിക്കുന്ന ഇടവും ഇതാണ്. ഇസ്രായേൽ ഭവനം അവരോ അവരുടെ രാജാക്കന്മാരോ തങ്ങളുടെ വ്യഭിചാരം കൊണ്ടും രാജാക്കന്മാരുടെ മൃതശരീരങ്ങൾ കൊണ്ടും എൻ്റെ പരിശുദ്ധ നാമം മേലിൽ അശുദ്ധമാവുകയില്ല. ദൈവമായ കർത്താവിന് സ്തുതി. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാ, ഹല്ലേലൂയ ഗീതികളാ, കർത്താവിൻ തിരുരഹസ്യത്തിൽ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ.
വിരുദല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുരഹസ്യത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. കല്ലുകൾ അവിരതമവിടുത്തേ പുകളൊര ചെയ്യുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുരഹസ്യത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുരഹസ്യത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുരഹസ്യത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവദായകവും ദൈവീയമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. എൻ്റെ സഹോദരരെ, പൗലോസ് ലീഹ ഹെബ്രായർക്കെഴുതിയ ലേഖനം. നിയമപ്രകാരം എല്ലാ വസ്തുക്കളും രക്തത്താലാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്. രക്തം ചിന്താതെ പാപമോചനമില്ല. സ്വർഗത്തിലുള്ളവയുടെ സാദൃശ്യങ്ങൾ ഇവയിലൂടെ ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ സ്വർഗീയ കാര്യങ്ങളും ഇവയേക്കാൾ മെച്ചമായ ബലികൾ കൊണ്ട് ശുദ്ധീകരിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. ഹസ്തനിർമ്മിതവും സാക്ഷാലുള്ളവയുടെ പ്രത്യേകവുമായ ഒരു വിശുദ്ധ സ്ഥലത്തേക്കല്ല, പിന്നെയോ സ്വർഗത്തിലേക്ക് തന്നെയാണ് നമുക്ക് വേണ്ടി ദൈവത്തിനാകാൻ മിശിഹ ഇപ്പോൾ പ്രവേശിച്ചത്. പ്രധാന പുരോഹിതൻ തൻ്റേതല്ലാത്ത രക്തത്തോടുകൂടെ വിശുദ്ധ സ്ഥലത്തേക്ക് ആണ്ടുതോറും പ്രവേശിക്കുന്നത് പോലെ പല പ്രാവശ്യം തന്നെ തന്നെ സമർപ്പിക്കാനായിരുന്നില്ല അത്. ആയിരുന്നെങ്കിൽ ലോകസ്ഥാപനം മുതൽ കൂടെ കൂടെ അവൻ പീഡ സഹിക്കേണ്ടി വരുമായിരുന്നു. എന്നാൽ കാലത്തിൻ്റെ പൂർണ്ണതയിൽ തന്നെ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് പാപനിർമ്മാർജ്ജനത്തിന് ഇപ്പോൾ ഇതാ അവൻ ഒരിക്കൽ മാത്രം പ്രത്യക്ഷമാക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യർ ഒരിക്കൽ മാത്രം മരിക്കണം, അതിനുശേഷം വിധി. അതുപോലെ മിശിഹായും അനേകരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിനു വേണ്ടി ഒരു പ്രാവശ്യം അർപ്പിക്കപ്പെട്ടു. അവൻ രണ്ടാമതും പാപത്തെ പ്രതിയല്ല,
രക്ഷയ്ക്ക് വേണ്ടി തന്നെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്നേഹിച്ചു നീ ദുഷ്ടതയെല്ലാം ദൂരയകത്തി സന്തോഷത്തിൽ തൈലത്താലഭിഷേകം ചെയ്തു. സുന്ദരമല്ലോ നിൻ വസ്ത്രങ്ങൾ ചന്ദന സുരഭില ദ്രവ്യങ്ങളാ. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ഹല്ലേലൂയ പാടാമുന്നായി. ഹല്ലേലൂയ 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 പാടിടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഒരുമിച്ച് കൂടിയിരുന്ന പ്രീശരോട് ഈശോ ചോദിച്ചു, മിശിഹായെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? അദ്ദേഹം ആരുടെ പുത്രനാണ്? അവർ പറഞ്ഞു, ദാവീദിൻ്റെ പുത്രൻ. അവിടുന്ന് അവരോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ദാവീദ് ആത്മാവിനാൽ പ്രചോദിതനായി മിശിഹായെ കർത്താവ് എന്ന് വിളിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദത്തിന് കീഴാക്കുമ്പോഴും നീ എൻ്റെ വലതുഭാഗത്ത് ആസന്നസ്ഥനാവുക. ദാവീദ് അദ്ദേഹത്തെ കർത്താവ് എന്ന് വിളിച്ചെങ്കിൽ അദ്ദേഹം എങ്ങനെ ദാവീദിൻ്റെ പുത്രനാകും? ആർക്കും ഒരു വാക്കുപോലും അവിടുത്തോട് മറുപടിയായി പറയുവാൻ കഴിഞ്ഞില്ല. അന്നു മുതൽ ആരും അവിടുത്തോട് ചോദ്യം ചോദിക്കുവാൻ ധൈര്യപ്പെട്ടുമില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ട വലിയ പിതാവേ, ഒരിക്കൻ പിതാവേ, എല്ലാളച്ചന്മാരെ, വാത്സല്യനിധിയായ വികാരിച്ച മറ്റ് വൈദികരെ, മാതാപിതാക്കളെ, സമർപ്പിതരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഉള്ളനാട് തിരുഹൃദയ ദേവാലയം പുതുക്കിപ്പണിത് പുനരുദ്ധരിക്കപ്പെട്ട് അതിൻ്റെ ഉദാശകർമ്മം ഈ പരിശുദ്ധ കുർബാനയുടെ നടുവിൽ നമ്മൾ നിർവഹിക്കുകയാണല്ലോ. പുനരുദ്ധരിക്കപ്പെട്ട ദേവാലയത്തിൻ്റെ പുനർകൂദാശ നമ്മളിവിടെ നിർവഹിക്കുമ്പോൾ ഈ ദേവാലയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇന്നത്തെ തിരുവചന വായനകളുടെ പ്രസക്തിയെക്കുറിച്ചും ഒന്ന് രണ്ട് ചിന്തകൾ മാത്രം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.
കഴിഞ്ഞ ഞായറാഴ്ച തിരുവചനത്തിൽ നമ്മൾ കേട്ടു 46 സംവത്സരങ്ങൾ കൊണ്ട് പണിതെടുത്ത ജെറൂസലം ദേവാലയത്തെക്കുറിച്ച് ഈശോ പറഞ്ഞത് 3 ദിവസം കൊണ്ട് ഞാൻ ഇത് പുനരുദ്ധരിക്കാം. പുനരുദ്ധാരണം പുതിയ മാനങ്ങൾ നൽകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവർക്കെല്ലാം വലിയ അതിശയം തോന്നി. ഈശോ എന്താണ് ഈ പറയുന്നത്? 3 ദിവസം കൊണ്ട് ഈ ദേവാലയം പുനരുദ്ധരിക്കുമോ? നമുക്കറിയാം ഈശോ ഉദ്ദേശിച്ചത് ഈശോയുടെ ഉത്ഥാനത്തെക്കുറിച്ചാണ്, ഉത്ഥിതൻ്റെ ചുറ്റും ഒന്നിച്ചുകൂടുന്ന സഭയെക്കുറിച്ചാണ്, പരിശുദ്ധ കുർബാനയെക്കുറിച്ചാണ്. അങ്ങനെയുള്ള പുതിയ കാഴ്ചപ്പാടുകൾ ഈശോ നൽകുകയായിരുന്നു. നിർമ്മാണത്തെക്കുറിച്ച് അധ്യക്ഷനും വൈകാരന്മാരുമൊക്കെ എന്നോട് സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, ഇത് ഒരുപാട് നാളുകളെടുത്തേക്കും. ഇതിൻ്റെ മുഖവാരവും സൈഡുകളും എല്ലാം ബലഹീനമായിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് ഈശോ തന്ന പോലൊരു മറുപടിയാണ് വിചാരിച്ചും തന്നത്. ഞാൻ 6 മാസം എളുപ്പത്തിൽ വിചാരിച്ചും പറഞ്ഞു, 6 മാസം മതി, 6 മാസം കൊണ്ട് ഞാൻ പുനരുദ്ധരിച്ചു കൊള്ളാം. അത് ഏതാണ്ട് അച്ഛൻ പാലിച്ചിട്ടുണ്ട്. 1-2 മാസങ്ങൾ കൂടെ മാത്രമേ കൂടുതൽ എടുത്തിട്ടുള്ളൂ. അങ്ങനെയുള്ള വളരെ വേഗത്തിൽ നടന്ന ഒരു പുനരുദ്ധാരണ ശുശ്രൂഷയാണ്. പക്ഷേ അതിമനോഹരമായ രീതിയിൽ നമ്മളാരും മനസ്സിൽ ഒരു പക്ഷേ കാണാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഒരു പുത്തൻ ദേവാലയമാക്കി ഇത് മാറി. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ ഈശോയുടെ രാജ്യത്വ തിരുനാളിനെ കുറിച്ചാണ്. യഥാർത്ഥ രാജാവ് ആരാണ് എന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. അത് തിരുഹൃദയ ചിന്തയുമായിട്ട് ചേർന്ന് പോകുന്ന കാര്യം തന്നെയാണ്. നമ്മളുടെ ഈ ദേവാലയം തിരുഹൃദയ ദേവാലയമാണ്. സേക്രഡ് ഹാർട്ടിൻ്റെ പ്രത്യേകമായ സംരക്ഷണയിൽ പരിശുദ്ധ ഹൃദയത്തെക്കുറിച്ച്, ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് കൂടുതൽ ആത്മീയമായിട്ടുള്ള ചിന്തകൾ മനസ്സിൽ സൂക്ഷിക്കുന്നതിനൊക്കെ വേണ്ടിയുള്ള ദേവാലയമാണ്. ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് ൊക്കെ നമുക്കുള്ളൊരു ആശ്വാസം ദൈവത്തിന് ഒരു ഹൃദയമുണ്ട് എന്നതാണ്. ദൈവത്തിന് ഒരു ഹൃദയമുണ്ട്, അതാണ് തിരുഹൃദയം. പരിശുദ്ധ പിതാക്കന്മാർ പലപ്പോഴും ആ വാക്കിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് മിസ്സരി കോർദിയ, കോർദിയ ഹൃദയമാണ്. മിസ്സരി പാവപ്പെട്ടവരാണ്. പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരു ഹൃദയം, അതാണ് ഈശോ, ദൈവത്തിൻ്റെ ഹൃദയം. ആ ഹൃദയത്തിൻ്റെ മായാത്ത മുദ്ര പോലെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ സാരാംശമായിട്ടാണ് നമ്മളുടെ ഈ തിരുഹൃദയ ദേവാലയവും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തിരുഹൃദയത്തിൻ്റെ വലിയ ഒരു സന്ദേശം കൗദാശികമായ വിശുദ്ധ കുർബാനയോട് ബന്ധപ്പെട്ട യാഥാർത്ഥ്യം എന്നുള്ളതാണ്. ഈശോ കുരിശിൽ കിടന്ന് പാർശ്വം പിളർക്കപ്പെട്ടപ്പോൾ അവിടെ നിന്ന് ജലവും രക്തവും ഒഴുകി. അത് മാമോദീസായുടെയും പരിശുദ്ധ കുർബാനയുടെയും പ്രതീകാത്മകമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ് എന്ന് നമ്മൾ പറയുമ്പോൾ തിരുഹൃദയം കേവലം ഒരു ഭക്തിയല്ല, അത് വിശുദ്ധ കുർബാനയോട്, മാമോദീസായോട്, ദൈവത്തിൻ്റെ ഹൃദയത്തോട് എല്ലാം അടിസ്ഥാനപരമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമാണ്. തിരുഹൃദയം നമുക്ക് മനസ്സിലാകണമെങ്കിൽ ആ ഹൃദയം നമുക്ക് നൽകുന്ന യഥാർത്ഥത്തിലുള്ള സന്തോഷം മനസ്സിലാക്കണം. പരിശുദ്ധ പിതാവ് ഈ നാളുകളിലൊക്കെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം സുവിശേഷത്തിൻ്റെ സന്തോഷത്തിലേക്ക് കടന്നു വരണം. ഈ ദേവാലയം പുതുക്കിപ്പണിതപ്പോൾ, പുനർനിർമ്മിച്ചപ്പോൾ സുവിശേഷത്തിൻ്റെ ഈ സന്തോഷമാണ് നിങ്ങളെല്ലാവരും അനുഭവിച്ച് അറിഞ്ഞത്. ഇപ്പോഴും ഈ മണിക്കൂറിൽ സവിശേഷമായ രീതിയിൽ നിങ്ങൾ അനുഭവിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുന്നതും
തിരുഹൃദയ ഭക്തരായ നമുക്ക് സുവിശേഷത്തിൻ്റെ ഈ സന്തോഷം പരിശുദ്ധ പിതാക്കന്മാരുടെ നിരന്തരമായ ഒരു പ്രബോധനമാണല്ലോ അത്. എവഞ്ചേലി ഗൗദിയും, സുവിശേഷത്തിൻ്റെ സന്തോഷം. ആ സന്തോഷം കേവലം ഒരു സുഖപ്രദമായ ആനന്ദദായകമായ ഒരു കാര്യമല്ല. ഇംഗ്ലീഷിൽ നമ്മൾ പ്ലഷർ എന്ന് പറയുമല്ലോ, നമുക്ക് സുഖം നൽകുന്ന, സന്തോഷം നൽകുന്ന, അതല്ല ഈ സുവിശേഷത്തിൻ്റെ ജോയ്. നമുക്ക് കൂടുതൽ സന്തോഷകരമായ അനുഭവം തരുന്ന ഹാപ്പിനെസ് എന്ന് പറയുന്ന യാഥാർത്ഥ്യവുമല്ല. അതിനൊക്കെ അപ്പുറത്തുള്ള സുവിശേഷത്തിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് അതൊരു ക്യാരക്ടറാണ്. അത് നമ്മുടെ മനസാക്ഷിയിലുള്ളതാണ്, അത് നമ്മുടെ ആത്മാവിലുള്ള കാര്യമാണ്. നമ്മളുടെ വാക്കുകളിൽ, നമ്മളുടെ അധരങ്ങളിൽ ഉള്ളതിനേക്കാൾ നമ്മളുടെ കണ്ണുകളിലും നമ്മളുടെ ഹൃദയത്തിലുമുള്ള നിത്യം നിലനിൽക്കുന്ന ഒരു സന്തോഷമാണ്. അതിനെക്കുറിച്ചാണ് പരിശുദ്ധ പിതാവ് എവഞ്ചേലി ഗൗദിയും സുവിശേഷത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. അതാണ് സേക്രഡ് ഹാർട്ടിൻ്റെ മഞ്ഞു പോകാത്ത, അല്ലെങ്കിൽ എപ്പോഴും നമ്മളോട് കൂടെ ഉള്ള ഒരു ദൈവാംശം എന്ന് പറയുന്നത്. ഈ തിരുഹൃദയ ദേവാലയം നമ്മൾ പുതുക്കി പണിതപ്പോൾ നമുക്കുള്ളത് പ്ലഷറല്ല, നമുക്കുള്ളത് ഹാപ്പിനെസ്സുമല്ല, നമുക്കുള്ളത് ജോയിയാണ്. നമ്മളുടെ ഹൃദയത്തിലും ആത്മാവിലും നമ്മളുടെ ആഭിമുഖ്യങ്ങളിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു വലിയ സംതൃപ്തിയാണ് നമുക്ക് എല്ലാവർക്കുമുള്ളത്. മധ്യ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അസീസിയിലെ ഫ്രാൻസിസിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പരിശുദ്ധ പിതാവിൻ്റെ പേരും പ്രവർത്തനങ്ങളും എല്ലാം അതിനോട് ചേർന്ന് പോകുന്നത് കൊണ്ട് യൂറോപ്പിലും നമ്മുടെ നാട്ടിലും എല്ലാം ഒരു പുത്തൻ ഉണർവ് ആ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഫ്രാൻസിസ് അസീസിയോട് ദൈവം സംസാരിച്ചത്, അല്ലെങ്കിൽ വിശുദ്ധ സ്ലീവായിൽ നിന്ന്, ക്രൂശിത രൂപത്തിൽ നിന്ന് അദ്ദേഹം കേട്ട ഒരു സ്വരം, റീബിൽഡ് മൈ ചർച്ച്, എൻ്റെ പള്ളി പൊളിച്ച് പണിയുക എന്നതാണ്. നിങ്ങളും ഉള്ളനാട് ഇടവകക്കാരും കേട്ട സ്വരം അതാണ്. ഈ പള്ളി നവീകരിക്കണം, ഇതിനു വേണ്ട പുതുമകൾ ചാർത്തി എടുക്കണം. ഈ ഇടവകയുടെ പരമ്പരാഗതമായ മൂല്യങ്ങളോട് ചേർന്ന് പോകത്തക്ക വിധത്തിലുള്ള പണികൾ ഇതിനോട് ചേർത്ത് നമ്മൾ നടത്തണം. റീബിൽഡ് മൈ ചർച്ച്. ആ ശബ്ദം കേട്ടപ്പോൾ അസീസിയിലെ പുണ്യവാൻ ഫ്രാൻസിസ് വിചാരിച്ചു, അവർ പ്രവർത്തിച്ചിരുന്ന ആ സമൂഹത്തോട് ചേർന്ന് സാമിയാനോ എന്ന് പറയുന്ന ഒരു കൊച്ചു പള്ളി അത് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാറായി, ആ ചെറിയ പള്ളി പുത്തനാക്കി പണിയണം. അതുകൊണ്ട് ഫ്രാൻസിസ് വഴിയിലൂടെ നടന്ന് കല്ലുകളും തടികളും എല്ലാം ശേഖരിച്ച് ആ പള്ളി പുത്തനാക്കി. പക്ഷേ ദൈവം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് സഭയുടെ നവീകരണമായിരുന്നു. കേവലം ഒരു പള്ളി പുത്തനാക്കി പണിയുക എന്നതല്ല, സഭയിൽ ആകമാനം ഉള്ള ഒരു അഴിച്ച് പണിയെക്കുറിച്ചാണ്, സുവിശേഷത്തോട് നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രഘോഷണത്തെക്കുറിച്ചാണ് ദൈവം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത്. ഫ്രാൻസിസ് അസീസിയുടെ ചിന്തകൾ നമ്മളുടെ ഈ ദേവാലയ പുനർനിർമ്മിതിയുമായിട്ട്, ഈ പള്ളി പുതുക്കിപ്പണിയണമെന്നുള്ള നമ്മളുടെ മനസ്സിൻ്റെ ആഗ്രഹവുമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ ഒന്ന് രണ്ട് സാദൃശ്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. അസീസി പുണ്യവാന് ആരാധനാക്രമത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ആ ചിന്തകളെല്ലാം കിട്ടിയത്. പലപ്പോഴും അദ്ദേഹത്തെ ആളുകൾ ആ രംഗത്ത് നിന്നും മറന്നു പോകാറുണ്ട്. ഒരു ലിറ്റർജിക്കൽ കോണ്ടെക്സ്റ്റിലാണ് അസീസിക്ക് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ട് പറ്റുന്നത്. പ്രത്യേകിച്ച് വിശുദ്ധ മത്തായി ശ്ലീഹായുടെ തിരുനാൾ ദിവസം, ആ തിരുനാളിൻ്റെ ദിവസം അല്ലെങ്കിൽ തിരുനാളിൻ്റെ ദിവസം ആ പള്ളിയിൽ വായിച്ച സുവിശേഷം ആവേശമായി
നിങ്ങൾ പ്രസംഗിക്കാൻ പോകുമ്പോൾ സ്വർണം വേണ്ട, വെള്ളി വേണ്ട, ഒരുപാട് ഉടുപ്പുകൾ വേണ്ട, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ അച്ഛൻ സുവിശേഷത്തിൽ നിന്ന് വായിച്ചപ്പോൾ ഫ്രാൻസിസ് ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഇതാണ് ഞാൻ അന്വേഷിച്ചു കൊണ്ടിരുന്നത്. ഇങ്ങനെയുള്ള ഒരു പ്രഘോഷണത്തിന് വേണ്ടി എല്ലാം വിട്ടുകളഞ്ഞിട്ട് സുവിശേഷം മാത്രം പ്രസംഗിക്കുന്ന ഒരു ശൈലി എൻ്റെ മനസ്സിൽ തീവ്രമായിട്ട് വന്നുകൊണ്ടിരുന്നതാണ്. ആ ലിറ്റർജിക്കൽ കോണ്ടെക്സ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ മധ്യകാല യൂറോപ്പിൽ വലിയൊരു നവീകരണം വരുത്താനിടയായത്. രണ്ടാമത്തെ ഒരു കാര്യം, ഫ്രാൻസിസ് പുണ്യവാളന് എപ്പോഴും പ്രീച്ചിങ്, പ്രഘോഷണം, വചനപ്രഘോഷണം ഇഷ്ടപ്പെട്ടിരുന്നു. ഏത് അച്ഛന് ആ പ്രദേശത്ത് ദൈവവചനം പറയുന്നു എന്ന് കേട്ടാൽ അതെല്ലാം പോയിരുന്ന് കേൾക്കും. നവീകരണം അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് പ്രീച്ചിങ്ങിലൂടെയാണ്. ദൈവവചനം നമ്മൾ പ്രഘോഷിക്കുമ്പോഴാണ്. ആ ദൈവവചനം നമുക്ക് കൂടുതലായിട്ട് കേൾക്കുമ്പോൾ നമുക്ക് വലിയ ഉന്മേഷമുണ്ടാകും. ഇവിടെ ഗ്രാൻഡ് മിഷനും ഇടവക ധ്യാനത്തിനുമൊക്കെ പലതവണ വന്ന അവസരത്തിലും ഞാനും ശ്രദ്ധിച്ച ഒരു കാര്യം, ഈ പള്ളിയും പരിസരവും എല്ലാം നിറഞ്ഞ് വിശ്വാസികളുണ്ട്. വചനം കേൾക്കാൻ വേണ്ടി പ്രീച്ചിങ്ങിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു നവീകരണം. വാസ്തവത്തിൽ ഫ്രാൻസിസ് അസീസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതായിരുന്നു. അദ്ദേഹത്തെ പ്രീച്ചിങ് അല്ലെങ്കിൽ പ്രഘോഷണം എന്ന അപരനാമത്താൽ തന്നെ മറ്റുള്ളവർ വിളിക്കുകയും ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം, അദ്ദേഹത്തെ സ്വാധീനിച്ച ദൈവവചനങ്ങളെല്ലാം വിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ സമയത്ത് കേട്ടതാണ്. ലത്തീൻ കുർബാന പുസ്തകത്തിൽ ഒരുപാട് വിശുദ്ധ ഗ്രന്ഥ ടെക്സ്റ്റുകൾ വായന കൊടുക്കുക. നമ്മളുടെയും പണ്ടത്തെ പുസ്തകങ്ങളിലൊക്കെയുണ്ട്. കുർബാന പുസ്തകത്തിൽ ഒരുപാട് ബൈബിൾ റീഡിങ് വായനകൾ കൂടെ. നമ്മളിപ്പോൾ 4 വർഷങ്ങളായിട്ട് ലക്ഷണറി അങ്ങനത്തെ വായനകൾ കൂട്ടി എടുത്ത വലിയ പുസ്തകം, ആ ഒരു ലിറ്റർജിക്കൽ പുസ്തകത്തിൽ കൊടുത്തിരുന്ന ദൈവവചന വായനകളാണ് ഫ്രാൻസിസിനെ സ്വാധീനിച്ചത്. അദ്ദേഹം വെറുതെ ബൈബിൾ വായിച്ച് അല്ലെങ്കിൽ എവിടെയെങ്കിലും ആരെങ്കിലും നാൽക്കവലയിൽ വചനം പ്രസംഗിക്കുക കേട്ട് അങ്ങനെയല്ല. കുർബാന പുസ്തകത്തിൽ കൊടുത്തിരുന്ന ബൈബിൾ ടെക്സ്റ്റുകൾ അദ്ദേഹം കൂടുതൽ അന്വേഷിച്ച് കണ്ടെത്തി. അങ്ങനെ വിശുദ്ധ കുർബാനയോട് ബന്ധപ്പെട്ട വലിയൊരു ആത്മജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലാണ് അദ്ദേഹം ആ നവീകരണമെല്ലാം നടത്തിയത്. നമ്മളും ഇവിടെയും ഈ പള്ളിയുടെ ചരിത്രം, എത്രയോ വിശുദ്ധ കുർബാനകൾ ഇവിടെ അർപ്പിക്കപ്പെട്ടു, എത്രയോ വചന പ്രഘോഷണങ്ങൾ നടത്തി, എത്രയോ തവണ തിരുവചനങ്ങൾ വായിച്ചത് നിങ്ങൾ കേട്ടു. നമ്മളുടെ ഈ നവീകരണത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ദേവാലയ പുനരുദ്ധാരണത്തിൻ്റെ അടിസ്ഥാനപരമായ ചിന്തയതാണ്. നാലാമതായിട്ട് അസീസിയെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഫ്രാൻസിസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രചോദനം അദ്ദേഹത്തിൻ്റെ ആഴമായ പ്രാർത്ഥനയാണ്. ഇവിടെയും പ്രാർത്ഥനാ ഗ്രൂപ്പുകാരുണ്ട്, കരിസ്മാറ്റിക്കുകാരുണ്ട്, ഞായറാഴ്ചത്തെ പ്രയർ ഗ്രൂപ്പുണ്ട്. അസീസി പുണ്യവാളന് വളരെ വലിയ ശക്തമായ മണിക്കൂറുകളിൽ പ്രാർത്ഥനയുടെ ആ നിറവിൽ ജീവിച്ചവനാണ്. അദ്ദേഹം ഇറ്റലിയിലെ ടൊസ്കാനോയിൽ ലാവർണ എന്ന് പറയുന്ന ഒരു മലയുടെ മുകളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോഴാണല്ലോ അദ്ദേഹത്തിന് പഞ്ചക്ഷരങ്ങൾ സ്റ്റിഗ്മാത്ത, അത് ഈ തിരുഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. വൂണ്ടഡായിട്ടുള്ള ഒരു വ്യക്തി, അതാണ് ഈശോ. മുറിവേറ്റവനായിരുന്നു. ഈശോയുടെ മുറിവുകൾ വൂണ്ടഡ് ആയിട്ടുള്ള, മുറിവ് ഏൽപ്പിച്ച് പാർശ്വം കുത്തി തുറന്നു എന്ന് സുവിശേഷകൻ പറയുമ്പോൾ അത് വലിയൊരു വൂണ്ടാണ്, മുറിവാണ്. ഒരാൾക്ക് ഒരു സ്റ്റിഗ്മാത്ത അല്ലെങ്കിൽ ഫ്രാൻസിസിന് ആ പഞ്ചക്ഷരങ്ങൾ കിട്ടിയെന്ന് പറയുമ്പോൾ ഈസ് ഓൾസോ വൂണ്ടഡ് ബൈ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവ വചനം കൊണ്ട് മുറിവേറ്റവനായിട്ട് ഒരു വ്യക്തി മാറുമ്പോഴാണ് ഈ പഞ്ചക്ഷരങ്ങൾ സ്വന്തമാക്കുന്നത്, സ്വീകരിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ദീർഘമായ പ്രാർത്ഥനാ മണിക്കൂറുകളിൽ അദ്ദേഹം സ്വന്തമാക്കിയ ആ വചനപരമായ ആ അടുപ്പം, wounded by the word of God എന്നുള്ള ആ കാര്യവും ഈ ദേവാലയ നിർമ്മിതിയിലും വചനപ്രഘോഷണത്തിലും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. അദ്ദേഹം പ്രകൃതിയെ സ്നേഹിച്ചവനാണ്. മലമുകൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. ആടും തോടും പുഴയുമെല്ലാം അസീസിക്ക് വലിയ ഇഷ്ടമായിരുന്നു. പക്ഷികളും പറവകളുമെല്ലാം.
ഇപ്പോഴത്തെ പരിശുദ്ധ പിതാവ് നമ്മളോടും പറയുന്നതാണല്ലോ. നമ്മൾ ഈ പ്രദേശത്തുള്ളവരെല്ലാം കൃഷിയും കൃഷിയിടങ്ങളും നമ്മളുടെ മറ്റ് ഫലമൂലാദികളും ജലസ്രോതസ്സുകളും എല്ലാം ഇഷ്ടപ്പെടുന്നവരാണ്. അങ്ങനെയുള്ള ഒരു വലിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് ശിശി പുണ്യവാളൻ പ്രാർത്ഥിച്ച് തിരുഹൃദയത്തിൻ്റെ ആഴമായ സന്ദേശം സ്വന്തമാക്കിയത്. അങ്ങനെ അദ്ദേഹം അവസാനം അദ്ദേഹത്തെക്കുറിച്ച് വലിയ വേദശാസ്ത്രികൾ പറയുന്നത് 3-ാം നൂറ്റാണ്ടിലെ ഒരു സഭാപിതാവ് പറഞ്ഞ ഒരു കൊച്ചു ലത്തീൻ വാക്യമുണ്ട്, ഫീനിസ് ഓംനിയും എക്ലേസിയ, എല്ലാത്തിൻ്റെയും അന്ത്യം സഭയാണ്. എല്ലാത്തിൻ്റെയും അന്ത്യം, ആത്യന്തികമായ അർത്ഥം നമ്മൾ കാണേണ്ടത് പരിശുദ്ധ സഭയിലാണ്. ആ യാഥാർത്ഥ്യം ഈ 10 നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ഫ്രാൻസിസ് അസീസിയാണ് നമ്മളെ പഠിപ്പിച്ചത്. ഏറ്റവും നല്ല ഒരു സഭാചിന്ത, വേദപുസ്തക ചിന്ത ഒക്കെ പറഞ്ഞു തന്നത് ഈ അസീസി പുണ്യവാനാണ്. അങ്ങനെ നമ്മൾ ദേവാലയം പുനർനിർമ്മിക്കുമ്പോൾ റീബിൽഡ് മൈ ചർച്ച് എന്നുള്ളത് ആരാധനക്രമത്തിലൂടെയാണ്, വചനശ്രവണത്തിലൂടെയാണ്, വചന പ്രഘോഷണത്തിലൂടെയാണ്, പരിശുദ്ധ കുർബാനയിലൂടെയാണ്, പ്രകൃതി സ്നേഹത്തിലൂടെയാണ്. അങ്ങനെ സഭയുമായിട്ട് നമ്മൾ ഒന്നിച്ച് ചേരുന്ന ഒരു പ്രക്രിയയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇവിടെ ഈ ദേവാലയം, നമുക്ക് കാണാവുന്ന ദൃശ്യമാകുന്ന ഈ പള്ളി ഇവിടെ പുതുക്കിപ്പണിതത്. ഇന്ന് ഈശോയുടെ കിങ്ഷിപ്പ്, ഈശോ രാജാവാണ് എന്നുള്ള തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മളുടെ സഭ ഓർക്കുമ്പോഴും ഇത് തന്നെയാണ്. രാജ്യത്വം. ഈശോ മുമ്പിലിരുന്നവരോട്, വലിയ പണ്ഡിതന്മാർ, പരീശയർ, അവരോട് ചോദിച്ചല്ലോ. ഇന്നത്തെ വായന സുവിശേഷം അതായിരുന്നു, ഈശോയെക്കുറിച്ചുള്ള, എന്നെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങ് ദാവീദിൻ്റെ പുത്രനാണ്, പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, സങ്കീർത്തനത്തിലുണ്ട്, പ്രവാചകന്മാരത് പറഞ്ഞു, യഹൂദ മതത്തിൻ്റെ ഉള്ളറയിലുള്ള ഒരു വിശ്വാസം അതാണ്. അപ്പോൾ ഈശോ ഒരു മറുചോദ്യം ചോദിച്ചു, ദാവീദിൻ്റെ പുത്രനാണ് ഞാൻ എങ്കിൽ എന്നെ എന്തിനാണ് ദാവീദ് കർത്താവ് അല്ലെങ്കിൽ ദൈവം എന്ന് വിളിച്ചത്? അതായിരുന്നു ചോദ്യം. ആ മറുചോദ്യത്തിലാണ് ശരിക്കുള്ള രാജ്യത്വം. എന്തിലാണ് ഈശോ രാജാവായിരിക്കുന്നത്? ഈശോ ദൈവത്തിൽ നിന്ന് വന്ന ദൈവത്തിൻ്റെ മകനാണ്. ദാവീദിൻ്റെ വംശത്തിൽ വന്ന് മറിയത്തിൽ നിന്ന് പിറന്നു എന്ന് മാത്രമല്ല, അതിനേക്കാൾ വലിയ സത്യം ദൈവത്തിൻ്റെ മകനാണ് എന്നുള്ള ആ കാര്യമാണ്. ദാവീദ് തന്നെ എന്നെ കർത്താവ് എന്ന് വിളിച്ചല്ലോ, അതിലാണ് ആ രാജ്യത്വം അടങ്ങിയിരിക്കുന്നത്. ഈശോ ദൈവപുത്രനാണെന്നുള്ള ആ ഒരു വലിയ സത്യം നമ്മൾ പ്രായോഗിക ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഏതെല്ലാം കാര്യത്തിൽ മറികടന്ന് ദൈവത്തോടൊപ്പം നമ്മളുടെ ഹൃദയത്തെ നമുക്ക് വയ്ക്കാനായിട്ട് സാധിക്കുന്നു. പരിശുദ്ധ ബെനഡിക്ട് പിതാവ് ഒരിക്കൽ പറഞ്ഞു, നമ്മൾ ഓർഫൻസ് എന്നെപ്പോഴും കേട്ടിട്ടുണ്ട്. ഓർഫനേജുകൾ, മാതാപിതാക്കൾ, അപ്പൻ, അമ്മ, സഹോദരങ്ങളൊക്കെ കൃത്യം തിരിച്ചറിയാൻ പറ്റാത്തവർ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രതിസന്ധികളിൽ ജീവിക്കുന്നവർ. ഇന്ന് എല്ലാവർക്കും ഈ തരത്തിലുള്ള ഒരു ഓർഫനേജ് സിറ്റുവേഷൻ ഉണ്ടെന്ന് ബെനഡിക്ട് പിതാവ് പറയുകയുണ്ടായി. കാരണം നമ്മളുടെ ദൈവത്തോട്, പിതാവായ ദൈവത്തോട് ബന്ധം കുറയുന്നു, ഈശോയോടുള്ള ബന്ധം കുറയുന്നു, പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധം കുറയുന്നു. ഇന്നത്തെ സുവിശേഷത്തിലും കേട്ടല്ലോ, ആത്മാവിനാൽ നിറഞ്ഞ് ദാവീദ് പറഞ്ഞു. ആത്മാവിനാൽ നിറഞ്ഞ് ദാവീദ് പറഞ്ഞു, എൻ്റെ കർത്താവ് കൂടിയാണ്. അവിടെയാണ് ആത്മാവിനോട് ബന്ധമില്ലാത്തപ്പോൾ, ദൈവത്തോട് ബന്ധമില്ലാത്തപ്പോൾ, നമ്മളുടെ മാതാപിതാക്കളോടുള്ള ബന്ധം കുറയുമ്പോൾ, നമ്മളുടെ അധ്യാപകരോടുള്ള ബന്ധം കുറയുമ്പോൾ, ഈ ഭൂമിയോടുള്ള ബന്ധം കുറയുമ്പോൾ, അയൽപക്ക ബന്ധം കുറയുമ്പോഴൊക്കെ നമ്മളും ഒരു അനാഥത്വം, ഓർഫനേജിൽ പെട്ടതുപോലെയാണ്. നമുക്കും ഉള്ളിൽ ബന്ധങ്ങൾ കുറയുന്നുണ്ട്. വളരെ ഗാഠമായ ദൈവാംശം നമ്മിൽ നിന്ന് അപ്രത്യക്ഷം